ഹായ്, ഇന്ന് നമുക്കൊരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ ഞാൻ ചെയ്യണത്. എൻ്റെ തല നിറയെ താരനാണെങ്കിൽ അത് സഹിക്കാം, പക്ഷേ അതിൻ്റെ ചൊറിച്ചിലാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ചൊറിഞ്ഞ് ഒരു വരുവായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയും വെച്ചുകൊണ്ടിരുന്ന ഞാൻ മുട്ടത്തലയാവും. അപ്പം അതുകൊണ്ട് നമ്മളൊരു പല്ലടയുള്ള ചീപ്പാണ് കേട്ടോ ഇതിനെടുത്തത്. നിങ്ങളെ കയ്യിലുള്ള ഏത് ചീപ്പാണോ എടുത്ത് നല്ലപോലെ അതിൻ്റെ കെട്ടൊക്കെ കളയാം. കാരണം മുടിയിൽ ഈ കുരുക്കെല്ലാം പിടിച്ചിരുന്ന് അതിങ്ങനെ എടുക്കണ പരിപാടിയൊന്നും എനിക്കില്ല, അതിനും വയ്യ, മടിയാണ്. അപ്പം എല്ലാം കൂടി ഒരു ദിവസം എടുക്കുമ്പോൾ കുറേ മുടിയായിരിക്കും പോണത്. എങ്കിലും അതിലും എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ഈ മുടിയെന്ന് പറഞ്ഞാൽ പോവും വരും. പക്ഷെ എനിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇതുവരെയായിട്ട് വരണത് കാണാനില്ല. മുരടിച്ചെന്നാണ് തോന്നണം വളർച്ച. അപ്പോൾ എന്തായാലും നല്ലപോലെ ഉടക്കൊക്കെ എടുത്ത് മുടിയിലെ ആ ജടയൊക്കെ കളഞ്ഞ്, അതുപോലെ 2 സൈഡും ജടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വകച്ചിലൊക്കെ എടുത്ത് നല്ലപോലെ കെട്ടി ഒതുക്കി വയ്ക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞു ടിപ്പാണ്, എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ പ്ലസ് ലെമൺ ജ്യൂസാണ്. ഇത് 2 മാത്രം മതി. ലെമൺ ജ്യൂസ് ഡയറക്റ്റായിട്ട് സ്കാൽപ്പിലോ അല്ലെങ്കിൽ സ്കിന്നിനോ ഒന്നും അപ്ലൈ ചെയ്യരുത് എന്നാണ്. പക്ഷെ നമ്മൾ വെളിച്ചെണ്ണയിൽ കൂടെ ചേർത്താണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് നല്ലപോലെ ഈ സ്കാൽപ്പൊക്കെ നല്ലപോലെ ചൊറിച്ചിലുള്ളത് കൊണ്ട് ഭയങ്കര ചൊറിയാണ്. എന്താണ് ഭയങ്കര ചൊറിയായതുകൊണ്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പം അത് നല്ലപോലെ ഒരു സ്പൂണിലോ എന്തെങ്കിലും എടുത്ത് അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്തിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കുക. ഇതല്ല എങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണെങ്കിൽ അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് തീയിൽ വെച്ച് ചൂടാക്കിയാണ് എടുക്കുന്നത്. ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല, പേടിക്കണ്ട. തിളപ്പിച്ച് വറ്റിച്ചൊന്നും എടുക്കണ്ട, നല്ലപോലെ ചൂടാക്കി എടുത്താൽ മതി. അതിനൊരു ചെറിയൊരു ബൗളിലാക്കി കുറച്ച് കോട്ടനോ അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയൊരു പീസ് തുണിയോ എന്തെങ്കിലും മതി എടുത്ത് ഇതിൽ ജസ്റ്റ് തൊട്ട് നോക്കണം ചൂടുണ്ടോയെന്ന്. ആ ചൂടോടെ എടുത്ത് തലമണ്ടി തേക്കരുത്, പൊള്ളും. അപ്പം ചെറു ചൂടോടെ ജസ്റ്റ് ഒരു ഹോട്ട് ഓയിൽ മസാജ് പോലെ കൊടുക്കുക. നമ്മുടെ വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. സ്കാൽപ്പിൽ നല്ലപോലെ ഒരു ചെറിയൊരു മസാജ് രീതിയിൽ നല്ലപോലെ കൊടുക്കുക. എൻ്റെ ഇടയിൽ കുട്ടിയും വന്നു, അവനും വേണമെന്ന്. അപ്പോൾ അവനും കുറച്ച് കൊടുത്തിട്ട് വീണ്ടും ബാക്ക് ടു ജോലി. സത്യത്തിലൊക്കെ ഒരു മെനക്കെട്ട പരിപാടിയാണ്. ആരെങ്കിലും ചെയ്തു തന്നാൽ നമുക്ക് അത്രയും നല്ലത്. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ എൻ്റെ മുഖം കണ്ടില്ലേ, ആരോ പിടിച്ചു നിർത്തി ചെയ്യാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് ചെയ്യണതല്ല. പക്ഷേ ആ ഒരു ചൊറി സഹിക്കാൻ പറ്റാതെ ചെയ്തു പോണ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നല്ലപോലെ ചൊറിച്ചിൽ ആണ്, താരൻ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് വേറെ ചിലവുള്ള പണിയൊന്നുമല്ല. പിന്നെ ഈ താരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുരികത്തിനെ ബാധിക്കും. പുരികത്തിൽ മുടി പോവും. അത് കഴിഞ്ഞ് കൺപീലിയിൽ വരും. കൺപീലിയിൽ മുടിയും പോവും. അതുപോലെ പുറകു സൈഡ് കഴുത്തിലൊക്കെ വീണിട്ട് അവിടെ മൊത്തം പിമ്പിൾസ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് വൃത്തികെട്ട സ്വഭാവം ഈ താരനുണ്ട്. അപ്പോൾ ഈ വൃത്തികെട്ട താരൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് പറയും. അപ്പോൾ എന്തായാലും കുളിക്കാൻ പോകണം. അപ്പം നമ്മൾ നാൽപ്പാമര ആദ്യമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഫേസിലും കയ്യിലും, നമുക്ക് ശരീരം മൊത്തം തേക്കാം. ഞാൻ മുഖത്തും കയ്യിലും മാത്രമേ തേക്കണുള്ളൂ. എനിക്ക് ഇങ്ങനെ തേക്കുന്ന സമയത്ത് ഭയങ്കര സ്കിന്നിന് നല്ല ഒരു ഗ്ലോ വന്ന പോലെയൊക്കെ എനിക്ക് തോന്നും. പക്ഷെ അത് എൻ്റെ തോന്നൽ മാത്രമായിരിക്കും ചിലപ്പോൾ. കാരണം ഈ പ്രഗ്നൻസി ഗ്ലോ നോക്കി അതെന്തായാലും ഇത്രയും നാളായിട്ട് വന്നില്ല. ഇനി അങ്ങോട്ട് വരുമെന്ന് തോന്നണില്ല. അതുകൊണ്ടിപ്പോൾ ഞാൻ ഇതിലാണ് പിടിച്ചിരിക്കുന്നത്. ഇത് തേക്കുമ്പോഴെങ്കിലും ആ ഗ്ലോ ചിലപ്പോൾ വന്നാലോ, വരുമായിരിക്കും. കുളിയൊക്കെ കഴിഞ്ഞ് താരനൊക്കെ മാറി, ആ ചൊറിയൊക്കെ മാറി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.